ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 3യിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഡേ 2 പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഡേ 3 പ്രാക്ടീസിലേക്ക് കടക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടി നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് അതിവേഗം എത്തണമെങ്കിൽ, നമുക്ക് പുതിയ ജീവിതം നേടിയെടുക്കണമെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ നമ്മൾ ചെയ്തേ മതിയാകുള്ളൂ. ഈ പ്രാക്ടീസുകൾ നമ്മളെ കൂടുതൽ പോസിറ്റീവാക്കി നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും മാജിക് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റോണാണ്. അപ്പോൾ ഈ കല്ല് നമ്മൾ കാണുന്ന ഇടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് കാണുമ്പോഴൊക്കെ അത് എടുക്കുകയും ഓരോ സൗഭാഗ്യങ്ങളും ഓർത്തെടുത്ത് നമ്മൾ നന്ദി പറയുകയും ചെയ്യും. അതിനായിട്ടാണ് നമ്മൾ നമ്മുടെ കാണുന്ന സ്ഥലത്ത് തന്നെ ഈ സ്റ്റോൺ വെക്കുകയും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. ശരിക്കും ഫീലിങ്സോട് കൂടി ആത്മാർത്ഥമായിട്ടുള്ള മനസ്സറിഞ്ഞുള്ള നന്ദി പറച്ചിൽ നമ്മുടെ മനസ്സിനെ മൈൻഡ്ഫുൾനെസ്സിൽ എത്തിക്കാറുണ്ട്. ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഓർത്തെടുത്ത് നന്ദി പറയുമ്പോൾ സൗഭാഗ്യങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കുന്നതായി കാണാം. മാത്രമല്ല മനസ്സിന് വല്ലാത്തൊരു പുതു സന്തോഷം ഫീൽ ചെയ്യുകയും ചെയ്യുന്നതാണ്. നന്ദി പറഞ്ഞു തുടങ്ങിയാൽ എണ്ണിയാൽ തീരാത്ത അത്രയും സൗഭാഗ്യങ്ങൾ നമുക്ക് നമ്മുടെ സൃഷ്ടാവ് തന്നിട്ടുള്ളതായി നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് എന്തു തന്നെ ആയാലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ മാജിക്കൽ ചേഞ്ചസ് വന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. ശരിക്കും നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അഥവാ ആകർഷണ നിയമം എന്ന് പറയുന്നത് 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ എന്താണോ കാണുന്നത്, നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്താണോ നിരന്തരം സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ആകർഷിക്കുന്നതും സംഭവിക്കുന്നതും. ശരിക്കും പലരും ജീവിതത്തിലെ തിരക്കുകൾ മൂലം നമുക്കുള്ള സൗഭാഗ്യങ്ങൾക്ക് പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി പറയാൻ മറന്നു പോകാറുണ്ട്. പക്ഷേ നന്ദി പറയുന്നവന് ഭാഗ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും നന്ദി പറയാനുള്ള ധാരാളം അവസരങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നന്ദിയില്ലാത്തവനിൽ നിന്നും ഉള്ള സൗഭാഗ്യം കൂടി എടുക്കപ്പെടും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ ആരെയെങ്കിലും ബ്ലെയിം ചെയ്യുകയോ ജീവിതത്തിൽ ഒരു കംപ്ലൈൻറ്റ് ബോക്സായി മാറുകയോ ഒക്കെ ചെയ്താൽ അതിനുള്ള അവസരം വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരാളെക്കുറിച്ച് നമ്മൾ മോശമായി പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നമ്മുടെ മനസ്സ് ഒരു വേസ്റ്റ് ബോക്സ് പോലെ മലിനമാകുന്നതാണ്. അപ്പോൾ ആദ്യം മലിനമാകുന്നത് നമ്മുടെ ഹൃദയമല്ലേ കൂട്ടുകാരെ? ഇനി മുതൽ നമ്മുടെ മനസ്സിനെ നമ്മൾ മലിനമാക്കാൻ പാടില്ല ഡിയർ ഫ്രണ്ട്സ്. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ വേഗം എത്തിപ്പെടുവാനും നമുക്ക് ജീവിത വിജയം ഉണ്ടാകുവാനും വേണ്ടി നമ്മൾ നല്ലത് ചിന്തിക്കുകയും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുകയും ചെയ്യുക. നമ്മുടെ മക്കൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞു കൊടുക്കുക. അവരും കുട്ടിക്കാലം മുതലേ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കിയാൽ നമ്മുടെ മക്കൾ എന്നും നന്മയുള്ളവരായിരിക്കുകയും അവർ ഏത് സാഹചര്യത്തിൽ അവർ സന്തോഷമുള്ളവരായി ജീവിക്കുകയും ചെയ്യും. ശരിക്കും ഗ്രേറ്റ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർ എവിടെ ചെന്നാലും ആദ്യം കാണുന്നവർ പോലും വളരെ പരിചയമുള്ളവരെ പോലെ സംസാരിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്ത കാര്യമാണ്. ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, അവർ എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്ന്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഓരോ ബന്ധങ്ങളും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മുടെ ബന്ധങ്ങളാണ് നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ബന്ധങ്ങൾ നമ്മുടെ ഭാഗ്യമാണ്. നമ്മൾ ബന്ധങ്ങളിൽ അബൻഡൻസ് നിറഞ്ഞവരാണെങ്കിൽ അതിന് നമ്മൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേ. നിങ്ങൾക്കറിയില്ലേ, ആരോരുമില്ലാത്ത എത്രയോ പേർ ഈ ലോകത്തുണ്ടെന്ന്? ജനിക്കുമ്പോൾ തന്നെ അനാഥരായി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന എത്രയോ പേരുണ്ട്, അത് നമുക്കറിയാം. ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ബന്ധങ്ങൾക്ക് നന്ദി പറയുകയും എഴുതുകയും ചെയ്യുക. കൂടുതൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയും ഉള്ള ബന്ധങ്ങൾ വളരെ അടുപ്പമുള്ളവരാകുകയും ചെയ്യുന്നത് കാണാം.
നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പരിഭവങ്ങൾ പറയാൻ കഴിയുന്നതും അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നതും. ശരിക്കും ഓരോ റിലേഷൻഷിപ്പിനും അത്രയും പ്രാധാന്യമുണ്ട്. ചിലപ്പോഴൊക്കെ പരിഭവവും ദേഷ്യവും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ? ശരിക്കും നമ്മൾ ധരിക്കുന്ന വസ്ത്രം എത്രയോ പേർ ചേർന്നുണ്ടാക്കിയതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റുകൾ, നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും പല വ്യക്തികളുടെയും സഹായത്തിലല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന വീട് പോലും എത്ര പേർ ചേർന്നുണ്ടാക്കിയതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ആരുടെയും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? കാരണം മനുഷ്യർ നമുക്കുള്ള ബന്ധങ്ങളിൽ എപ്പോഴും കുറ്റങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് ഇല്ലാസ് എപ്പോഴും മരുമക്കളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, മരുമക്കൾ തിരിച്ച് ഇല്ലാസിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ പറയും. ഇങ്ങനെ പല വിധത്തിൽ പറയുന്നത് ഒരു ഹോബിയാണ്. ശരിക്കും ബന്ധങ്ങളിൽ തന്നെ പലരുടെയും കുറ്റങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇനി മുതൽ എപ്പോഴെങ്കിലും നമ്മൾ ആരെയെങ്കിലും കുറ്റം പറഞ്ഞു പോയാൽ ആ വ്യക്തിയുടെ 10 നല്ല കാര്യങ്ങൾ കണ്ടെത്തി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയോ പറയുകയോ ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ബന്ധം കൂടുതൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നതായി കാണാം. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ മോശമായി പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ ബന്ധം കൂടുതൽ മോശമായി പോകാറാണ് ഉള്ളത്. നമ്മൾ ആ ബന്ധത്തിലെ നന്മകളെ കോർത്തെടുത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ബന്ധങ്ങൾ വളരെ സ്ട്രോങ് ആയി മാറുന്നതാണ്. ഏതൊരു ബന്ധത്തിലെയും നല്ല കാര്യങ്ങൾ കണ്ടെത്തി അതിൽ നന്ദിയുള്ളവരായിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷം വന്ന് നിറയുന്നതാണ്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ബന്ധങ്ങളിൽ മാജിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നതായി കാണാം. ഇപ്പം നമുക്ക് ചുറ്റിലുമുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, ഓരോ സ്വഭാവക്കാരാണ്. അപ്പോൾ അവർ എങ്ങനെയാണോ ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ശ്രമിക്കുക. ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും എപ്പോഴും ആ ബന്ധത്തിലെ നല്ലത് മാത്രം കണ്ടെത്താൻ ശ്രമിക്കുക. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷൻ വന്നാലും ഏത് അവസ്ഥ വന്നാലും അതിൽ നല്ലതിനെ കണ്ടെത്തി ഗ്രേറ്റ്ഫുൾ ആകുക എന്നുള്ളതാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിക്കായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത 3 പേരുടെ ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ ഓരോന്നും എടുത്ത് അതിൽ നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക മാത്രമല്ല, നമ്മുടെ ജേർണൽ ബുക്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും വേണം. അതായത് താങ്ക് യു എന്ന മാജിക്കൽ വേർഡ് ഉപയോഗിച്ച് അവർ നമുക്ക് ചെയ്ത 5 നല്ല കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി എഴുതണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ജീവിതത്തിൽ അവർ തന്ന സ്നേഹത്തിനും കരുതലിനും സംരക്ഷണത്തിനും എല്ലാം എടുത്തു പറഞ്ഞ് നന്ദി പറയുക. നമ്മുടെ മദറിൻ്റെ ഫോട്ടോ എടുത്താണ് നമ്മൾ നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിയർ അമ്മ, താങ്ക് യു അമ്മ, അമ്മ കാരണമാണ് ഈ ലോകത്ത് ഞാൻ ജനിക്കാൻ കാരണമായത്. താങ്ക് യു അമ്മ, എന്നെ നല്ല രീതിയിൽ വളർത്തിയത്. താങ്ക് യു അമ്മ, എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് തന്നതിന്. താങ്ക് യു അമ്മ, എന്നെ കരുണയുള്ളവളാക്കിയതിന്. താങ്ക് യു അമ്മ, എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നതിന്. താങ്ക് യു അമ്മ, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ എനിക്ക് ചെയ്തു തന്നതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നന്ദി പറയാൻ കഴിയുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ നമുക്കുള്ള ഏതൊരു ബന്ധത്തിലും ഫോട്ടോ നോക്കി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഈ പ്രാക്ടീസ് ഡേ 3 മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആരെങ്കിലുമായ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ആ ബന്ധം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കി 5 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി നമുക്കിതുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ബന്ധങ്ങളും എല്ലാ റിലേഷൻഷിപ്പും ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്, ആൻഡ് ഐ ലവ് യു ഓൾ.